ഇനി ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ബയോ മാക്രോ മോളിക്യൂൾ ന്യൂക്ലിക് ആസിഡ് ആണ് കേട്ടോ. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു അസിഡിക് മോളിക്യൂൾ ആണ്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ സെൽ. സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ഒരു അസിഡിക് മോളിക്യൂൾ ആണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഹിയർ ദർ ആർ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ഇൻസൈഡ് ദ സെൽ. ദാറ്റ് ഈസ് ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് ആൻഡ് റൈബോന്യൂക്ലിക് ആസിഡ്. ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡും ഉണ്ട്, അതേപോലെ തന്നെ റൈബോന്യൂക്ലിക് ആസിഡും ഉണ്ട് കേട്ടോ. ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡും റൈബോന്യൂക്ലിക് ആസിഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കിയിട്ടുള്ള മോണോമർ എന്ന് പറയുന്ന ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ് ആണ്. ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് എന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ്, ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ്. അതേപോലെ തന്നെ റൈബോന്യൂക്ലിക് ആസിഡ് ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് റൈബോന്യൂക്ലിയോടൈഡ്. റൈബോന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കിയേക്കുന്ന റൈബോന്യൂക്ലിയോടൈഡ് കൊണ്ടാണ്. ഞാൻ ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കോമൺ പോയിന്റ്സ് നോക്കാം. ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ദ ജനറ്റിക് മെറ്റീരിയൽ ആണ്. അതായത് അതിന് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള തരത്തിലുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ജനറ്റിക് ഇൻഫർമേഷൻ ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ആർക്ക്? DNA-ക്ക്. സോ വി ക്യാൻ സേ DNA ഇറ്റ് ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ. RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ നോട്ട് ബി സീൻ ഇൻ ദ കേസ് ഓഫ് പ്രോകാരിയോട്സ് ആൻഡ് ഈവൻ ഇൻ യൂകാരിയോട്ട്, ഈവൻ ഇൻ പ്രോകാരിയോട്സ് ഓൾസോ. യൂകാരിയോട്സിലും പ്രോകാരിയോട്സിലും ഒന്നും കാണില്ല. റൈബോന്യൂക്ലിക് ആസിഡ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന RNA വൈറസസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. This can act as genetic material. It acts as genetic material only in RNA viruses or retroviruses. RNA viruses എന്ന് പറയുന്ന വേറൊരു പേരാണ് retroviruses. ഓക്കെ. അതേപോലെ നമ്മൾ പറഞ്ഞു ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അസിഡിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ് അസിഡിക് നേച്ചർ എന്ന് പറയാനുള്ള കാരണം? ബിക്കോസ് ദേ ക്യാരി നെഗറ്റീവ് ചാർജ് അല്ലെ. This nucleic acid it carry negative charge. A negative charge it occurs because of phosphoric acid present in the monomer of that nucleic acid. Nucleic acid ന്റെ ഒരു മോണോമർ, അതായത് ന്യൂക്ലിയോടൈഡില് ഫോസ്ഫോറിക് ആസിഡ് ദാറ്റ് ഈസ് എ കമ്പോണന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് അല്ലെ. ആ ഫോസ്ഫോറിക് ആസിഡ് അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് നെഗറ്റീവ് ചാർജ് കിട്ടാനുള്ള കാരണം. ഓക്കെ. അപ്പൊ ഈ ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് ജനറ്റിക് മെറ്റീരിയൽ അത് സാധാരണ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിലെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തില് അത് സൈറ്റോപ്ലാസത്തിലെ ഒരു റീജിയനിലായിട്ട് കാണുകയാണ് ചെയ്യുക. സോ ഹിയർ DNA it is present in യൂകാരിയോട്ടില് in the ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഇൻ പ്രോകാരിയോട്ട് it is seen in certain region. That region we will call as nucleoid. ന്യൂക്ലിയോയിഡ് എന്നാണ് നമ്മൾ ആ റീജിയനെ പറയുന്നത്. സോ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലിരിക്കുന്ന ന്യൂക്ലിക് ആസിഡ് എന്തിന് മേലെ വൈൻഡ് ചെയ്തിട്ടായിരിക്കും കാണുന്നതെന്ന് അറിയോ? ഒരു ബേസിക് പ്രോട്ടീൻ ഹിസ്റ്റോണിന്റെ മേലെ വൈൻഡ് ചെയ്തിട്ടായിരിക്കും കാണുക. സോ ഇറ്റ് വിൽ ബി വൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ഹിസ്റ്റോൺ. വൗണ്ട് ഓൺ ഹിസ്റ്റോൺ ഇറ്റ് ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് പോസിറ്റീവ് പ്രോട്ടീൻ ആണ്. ഈ പോസിറ്റീവ് പ്രോട്ടീൻ ആവാനുള്ള കാരണം എന്താ? ഇറ്റ് ഹാസ് അബൻഡന്റ് ബേസിക് അമിനോ ആസിഡ് ആസ് ആർജിനൈൻ ആൻഡ് ലൈസിൻ. ഇതിനകത്ത് കുറെ ആർജിനൈനും ലൈസിനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനൊരു ബേസിക് പ്രോപ്പർട്ടി ഉണ്ടാവും ആർക്ക്? ഹിസ്റ്റോണിന്. പക്ഷെ ഈ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തില് അതിന്റെ ന്യൂക്ലിക് ആസിഡ് കാണുന്ന റീജിയനെയാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ദർ ഹിസ്റ്റോൺ പ്രോട്ടീൻ ആൻഡ് ഓൾ ഇറ്റ് വിൽ നോട്ട് ബി ദർ. അവർക്ക് ഹിസ്റ്റോൺ പ്രോട്ടീൻ ഒന്നും ഇല്ല. പക്ഷെ ഈ ന്യൂക്ലിയോയിഡില് നമുക്ക് കാണാൻ പറ്റും ന്യൂക്ലിക് ആസിഡ് ഇറ്റ് ഈസ് വൈൻഡ് ഓൺ ദ സർഫസ് ഓഫ് ബേസിക് അമൈൻസ്. അതായത് ചില അമിനോ ഗ്രൂപ്പ്, ചില അമൈൻസിന് പോസിറ്റീവ് ചാർജ് ഉള്ള അമൈൻസിൽ വൈൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് കാണുക? ന്യൂക്ലിക് ആസിഡ് കാണുക. സോ ഹിയർ പ്രോകാരിയോട്ട് ന്യൂക്ലിയോയിഡ് ഈസ് നത്തിങ് ബട്ട് ന്യൂക്ലിക് ആസിഡ് വൗണ്ട് ഓൺ ബേസിക് അമൈൻസ്. ഓക്കെ. ബേസിക് അമൈൻസിൽ ന്യൂക്ലിക് ആസിഡ് ബൈൻഡ് ചെയ്ത് കാണും പ്രോകാരിയോട്ടിൽ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. ഓക്കെ.
ഇത് നമ്മൾ കുറച്ച് ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറഞ്ഞാണ്. അതായത് അസിഡിറ്റി എന്താണ്, അസിഡിറ്റി കൊണ്ട് അതെങ്ങനെയായിരിക്കും കാണുക. അതേപോലെ നമുക്ക് ഈ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ ഒക്കെ കേസിലുണ്ടല്ലോ, ഈ DNA നമ്മൾ കാണുന്ന ക്രോമാറ്റിൻ ത്രെഡ് ഫോമിലാണ്. വെൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ എ നോർമൽ സ്റ്റേജ്, ദ സെല്ല് നോർമൽ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ക്രോമാറ്റിൻ ത്രെഡ് ആയിട്ടായിരിക്കും DNA കാണാൻ കഴിയുക. പക്ഷേ ഡ്യൂറിങ് ദ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഈ ക്രോമാറ്റിൻ ത്രെഡ് ഒന്നും കൂടെ വൈൻഡ് ചെയ്തിട്ട് ക്രോമസോം ആയിട്ടായിരിക്കും കാണുക കേട്ടോ. പക്ഷെ ഈ ക്രോമാറ്റിൻ ത്രെഡും ക്രോമസോംസും ഒന്നും പ്രോകാരിയോട്ടിനില്ല. ജസ്റ്റ് നമ്മൾ പറയുന്ന പ്രോകാരിയോട്സ് ദേ ഹാവ് ന്യൂക്ലിയോയിഡ് സ്ട്രക്ചർ. അവരെ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഡബിൾ സർക്കുലർ DNA ആണ്. നമ്മുടെ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ഡബിൾ സ്ട്രാൻഡഡ് ലീനിയർ DNA ആണ് കേട്ടോ. ഡബിൾ സ്ട്രാൻഡഡ് ലീനിയർ DNA ആണ്. ഇനി നമ്മൾ അതിന്റെ മോളിക്കുലാർ ലെവലിലേക്ക് എൻ്റർ ചെയ്യാണ് കേട്ടോ. ഈ RNA viruses that will be having RNA as the genetic material. ഇനി നമ്മുടെ ബോഡിയിൽ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിൽ RNA ഇല്ലേ? ഒരുപാട് RNAs ഉണ്ട്. പക്ഷെ അത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA present in our body or in our cell or in bacteria as well as in eukaryotic organism. We can see several type of RNA that include rRNA, mRNA, tRNA, hnRNA, snRNA. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള RNAs ഉണ്ട്. അത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഞാൻ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് പറഞ്ഞപ്പോൾ അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ 12th സ്റ്റാൻഡേർഡിലെ ഒരു പോർഷൻ ആണ് കേട്ടോ. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA പറ്റി മെൻഷൻ ചെയ്യുന്നില്ല. വി ആർ എൻ്ററിങ് ഇൻ ടു molecular level of this deoxyribonucleic acid and ribonucleic acid. Okay, so deoxyribonucleic acid, it is made with a deoxyribonucleotide, we said, right? Deoxyribonucleic acid, it is made with deoxyribonucleotide. ഇതിന്റെ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്തത്, DNA structure was elucidated by അവരെ സ്ട്രക്ചർ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് വാട്സൺ ആൻഡ് ക്രിക്ക്. And they proposed the double helical structure of DNA. ഇവരാണ് double helical structure of DNA propose ചെയ്തത്. Okay, double helical structure of DNA. Now, if you see this deoxyribonucleotide, ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് deoxyribonucleotide എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഏതൊക്കെയത്? ഡിയോക്സി അഡിനൈലിക് ആസിഡ്, deoxythymidilic acid, deoxyguanylic acid, deoxycytidilic acid. Okay, അതേപോലെ തന്നെ we can see the complementarity in the strands of the DNA. രണ്ട് DNAയുടെ സ്ട്രാൻഡ്സിന്റെ ഇടയിൽ കോംപ്ലിമെന്റാരിറ്റി ഉണ്ടാവും. അതിനുമുമ്പ് നമുക്ക് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല ഒന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒന്ന് വരച്ചു വെക്കാം. So here this is the deoxyribo sugar, where we can see here one hydrogen is there, here one hydroxyl group is there, here one phosphate group CH2 phosphate group is attached in this place, right? And one base is added here, that is adenine, that I have just shown here. This is one hydroxyl group. Okay, appo namukariyam the adenine, it is attached here on the deoxyribo sugar with a bond that is 1,9 glycosidic linkage. 1,9 glycosidic linkage. With that, adenine has been added to the first carbon atom of the deoxyribo sugar, and we can see the phosphate, it is added to the 5th carbon atom of this deoxyribo sugar with phosphoester linkage. അപ്പോൾ ഇവിടെ എന്ത് ലിങ്കേജ്? ഫോസ്ഫോഎസ്റ്റർ ലിങ്കേജ്. അപ്പോൾ ഇത്രയും ഒരു മോളിക്യൂളിൽ നമ്മളെ ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ഈ ഫോസ്ഫേറ്റിനെയും കൂട്ടിയിട്ട് ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. ഇതാണ് ഒരു മോണോമർ എന്ന് പറയുന്നത് അല്ലേ. Now we can see the next one, that is thymidilic acid. ഞാൻ thymidilic acid വരയ്ക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് തൈമിൻ ആയിരിക്കും. ഞാൻ ഇതൊന്നും എഴുതുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഹൈഡ്രജൻ ഇത് ഇതേപോലെ തന്നെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരെണ്ണം മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. So here if you see, this will be having CH2 and a one phosphate group. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇറ്റ് വിൽ ബി റിമൂവ് ഫ്രം ഹിയർ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈസ് ആഡഡ് ടു ദിസ് പ്ലേസ്. ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യും. അതായത് രണ്ട് ന്യൂക്ലിയോടൈഡിനെ തമ്മിൽ ബന്ധിപ്പിക്കും. അറ്റ് ദ
3' position of this first nucleotide and 5' position of the second nucleotide. അതായത് മൂന്നാമത്തെ കാർബൺ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിന്റെ മൂന്നാമത്തെ കാർബണും സെക്കൻഡ് ന്യൂക്ലിയോടൈഡിന്റെ അഞ്ചാമത്തെ കാർബണും തമ്മിൽ ഒരു ലിങ്കേജ് ഉണ്ടാക്കും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ്. ഇവിടെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് ഉണ്ട്, ഇവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് ഉണ്ട്. ഇതിന് നമ്മൾ കൂടിയിട്ട് പറയുന്നത് എന്താണ്? ഫോസ്ഫോ ഡൈഎസ്റ്റർ linkage. Phosphor diester linkage. And we can see next one is guanylic acid. അപ്പോൾ guanylic acid എങ്ങനെയായിരിക്കും നോക്കിക്കോ. See here one guanine will be attached and here we can see one phosphate is attached and here one hydroxyl group will be there, right? So here also we can see a phosphodiester bond has been formed and it is attached with the next guanylic acid, deoxyguanylic acid ആയിട്ട് attach ചെയ്തിട്ടുണ്ട്. Now next one it is cytidilic acid. So here the next one cytidilic acid, here we can see the phosphate it is attached in this position. See, this is joined together by phosphodiester linkage. രണ്ട് ന്യൂക്ലിയോടൈഡ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന എപ്പോഴും എന്ത് ലിങ്കേജ് വെച്ചിട്ടായിരിക്കും? phosphodiester linkage വെച്ചിട്ടായിരിക്കും. And we can see this phosphodiester linkage, it occurs in between 3' of the first nucleotide and 5' of the second nucleotide, right? ഇതിന്റെ മൂന്നാമത്തെ കാർബണാറ്റത്തിലിരിക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഇതിന്റെ അഞ്ചാമത്തെ പൊസിഷനിലിരിക്കുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പും തമ്മിലാണ് എന്തുണ്ടാക്കുന്നത്? phosphodiester linkage ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ ഇതിനൊരു പൊളാരിറ്റി ഉണ്ട് അല്ലേ? ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്, റൺ ചെയ്യുന്നതിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. കാരണം എന്താ? ഇതിന്റെ അഞ്ചാമത്തെ കാർബണാറ്റത്തിലിരിക്കുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. ഇതിവിടെ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് നമ്മൾ 4 ന്യൂക്ലിയോടൈഡിനെ വരച്ചു കഴിഞ്ഞു അല്ലെ? ആ നാലാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? 3' എൻഡ്, മൂന്നാമത്തെ കാർബണാറ്റാണ് അല്ലെ? ആ 4 ന്യൂക്ലിയോടൈഡില് നാലാമത്തെ ന്യൂക്ലിയോടൈഡ് നമ്മൾ വരച്ചു വെച്ചേക്കണല്ലേ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, ഒന്നുമായിട്ട് പെയർ ആവാതെ നിൽക്കുന്നത്. സോ ദാറ്റ് ഈസ് 3' എൻഡ് ഓഫ് ദിസ് പർട്ടിക്കുലർ പോളിമർ. ഓക്കെ, ഇതിന്റെ ഈ ഒരു സ്ട്രാൻഡിന്റെ ഒരു എൻഡ് ഫ്രീ ആയിട്ട് കിടക്കുന്ന 3' എൻഡ്, അടുത്ത എൻഡ് ഫ്രീ ആയിട്ട് കിടക്കുന്ന 5' എൻഡ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് റണ്ണിങ് ഇൻ 5' 3' direction. It is running in 5' 3' direction. And നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് ഡി. ഇറ്റ് ഈസ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഈ ഓരോ ന്യൂക്ലിയോടൈഡും അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുമായിട്ട് ബേസ് പെയർ ചെയ്യും അല്ലെ? വി ഹാവ് സ്റ്റഡിഡ് അഡിനൈൻ, ഇറ്റ് വിൽ ബി പെയർഡ് വിത്ത് തൈമിൻ വിത്ത് 2 ഹൈഡ്രജൻ ബോണ്ട്, ഗ്വാനിൻ പെയർ വിത്ത് സൈറ്റോസിൻ വിത്ത് 3 ഹൈഡ്രജൻ ബോണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, അഡിനിൻ ഗ്വാനിനുമായിട്ട് പെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അഡിനിന്റെ നേരേക്ക് തിരിഞ്ഞിരിക്കണം, അഡിനിൻ തൈമിനുമായിട്ട് പെയർ ചെയ്യണം. അഡിനിന്റെ നേരേക്ക് തിരിഞ്ഞിരിക്കണം ആര്? തൈമിൻ എന്ന് പറയുന്ന ബേസ് അല്ലെ? അപ്പൊ നോക്കിക്കേ, ഈ ഒരു നെക്സ്റ്റ് ഓപ്പോസിറ്റ് സ്ട്രാൻഡില് എങ്ങനെയായിരിക്കും അതിന്റെ പൊളാരിറ്റി, ഏത് ഡയറക്ഷനിലായിരിക്കും അത് റൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഹിയർ അഡിനിൻ ടു ടേൺ ദിസ് സൈഡ് ഇറ്റ് ഷുഡ് ബി അറേഞ്ച്ഡ് ലൈക്ക് ദിസ് അല്ലെ? ദിസ് ഈസ്, സി, ഇതാണ് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ്, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ ആൻഡ് ഫിഫ്ത്ത് കാർബൺ വിൽ ബി ഹാവിംഗ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. സോ ഹിയർ വി ക്യാൻ സീ വൺ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, it is exposed, that is the 3' end of that particular chain അല്ലെ? ഇവിടെ നമുക്ക് 5' end ആയിരുന്നു, പക്ഷെ ഇവിടെ എന്തായി? 3' end ആയി. Now next one you see this thymine has to be paired with adenine അല്ലെ? So deoxyadenylic acid we have to draw here. So that will be like this. See, thymine and adenine, it has been paired. Now, next one it is guanine. Guanine, it has to be paired with cytosine. So, here we can say guanine and cytosine, it is paired with the 3 hydrogen bonds. Now, we can see the next one, it will be the guanine. Deoxyguanylic acid. Here also it will be having a 3
hydrogen bond. അപ്പോൾ നോക്കിക്കേ ഇവിടുത്തെ ഒന്നാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ, നാലാമത്തെ കാർബൺ, അഞ്ചാമത്തെ കാർബൺ, it has been joined with a phosphate group. So this is the 5' end. അപ്പോൾ ഈ ഒരു സ്ട്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം this is running in which direction? It is running in 3', 5' direction. 3', 5' direction. ഇതിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? See, double helical structure of DNA, it will be running in opposite polarity. It has opposite polarity. അല്ലേ? ഇതിന് opposite polarity ഉണ്ട്. അതേപോലെ തന്നെ adenine it will be always paired with thymine. Adenine pair with thymine, that is with 2 hydrogen bond. Guanine pair with cytosine with 3 hydrogen bond. So if we see the according to Chargaff rule, Chargaff എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ്. അതായത് adenine and guanine that will be equal to thymine and cytosine. Adenine plus guanine is equal to thymine plus cytosine. അല്ലെങ്കിൽ adenine, guanine, thymine, cytosine ratio it will be 1. അതിന് കാരണം എന്താ? എത്ര adenine ഉണ്ടോ അത്രയും thymine ഉണ്ടാവും, എത്ര guanine ഉണ്ടോ അത്രയും cytosine ഉണ്ടാവും. സോ ഈ നമ്പർ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ? അതേപോലെ നമുക്കറിയാം ഈ ATGC കണ്ടന്റ് അത് ഓരോ ഓർഗാനിസത്തിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഓരോ ഓർഗാനിസത്തിലും അത് വ്യത്യാസം ഉണ്ടാവും. സോ ദിസ് ATGC content, when we say in the case of bacteria like Escherichia coli and all, if we see the adenine, thymine and guanine cytosine ratio of adenine, thymine and guanine cytosine, if we say, that will be 0.93 in Escherichia coli. ഇത് നമ്മൾ നേരെ തിരിച്ച് A+T divided by G+C. It will be having a constant number in each species. It will be varying from species to species. ഒരു സ്പീഷീസിന് അത് ഒരേപോലെ ആയിരിക്കും. ദാറ്റ് ഈസ് 0.93 in E. coli. E. coliയിൽ അത് 0.93 ആയിരിക്കും. അതേപോലെ in the case of human beings, it will be A+T divided by G+C in human. It is 1.55 in human. Okay. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. A+T G+C ratio is 1. A+T G+C ratio in 1.55, 0.93. In the case of human beings, they asked. So this you should keep in your mind. Okay. A+G T+C ratio, that is 1. That is Chargaff's rule. അതാണ് എപ്പോഴും ഒന്നായിട്ടിരിക്കുന്നത്. കാരണം A എത്ര ഉണ്ടോ അത്ര thymine ഉണ്ടാവും, G എത്ര ഉണ്ടോ അത്ര cytosine ഉണ്ടാവും. Okay. So that will be unique. Now, when we say this is the base pairing in between the two DNA strands. And in the double helical structure, adenine, that is a purine, it always pair with the pyrimidine. Right? So, purine pair with pyrimidine, purine, it has a structure like this. Pyrimidine, it has a structure like this. അതേപോലെ thymine pairs with adenine. Thymine has a structure like this. Adenine has a structure like this. ഈ രണ്ട് റിംഗ് സ്ട്രക്ചർ ആയിരിക്കും. Guanine has a structure like this. Cytosine has a structure like this. അല്ലെ? അവിടെ ഒരു 3 റിംഗ് ഒരുമിച്ച് വന്നു. അപ്പൊ നമ്മൾ ഈ DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എടുക്കുമ്പോൾ നമുക്ക് കാണാം അതിന്റെ ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന, ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന എല്ലാ ബേസസും പെയർ ചെയ്യുന്ന കോംപ്ലിമെന്റാരിറ്റി അനുസരിച്ച് that will be having always 3 ring inside the to backbone of the DNA. ഈ രണ്ട് backbone of DNA-യുടെ ഇടയിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഈ നൈട്രജൻ ബേസിസിൽ എപ്പോഴും എത്ര റിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും? 3 rings it will be maintained. എന്ന് പറഞ്ഞാൽ throughout the DNA, the diameter of the DNA it will be constant. That is equal to 2 nanometers. So diameter of DNA is 2 nanometer. ഓക്കെ, 2 നാനോമീറ്റർ ആണ് അവരുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ, അതായത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിന് അതിന്റെ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് ഈ ഹൈഡ്രജൻ ബോണ്ടാണ് കേട്ടോ. ഈ ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ് അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഈ ബേസ് സ്റ്റാക്കിംഗ് അപ്പിയറൻസ്, ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂർത്തിരിക്കുന്ന ഹെട്രോസൈക്ലിക് റിംഗ് ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന പോലെ ആയിരിക്കും. അപ്പൊ ഒരു ബേസ് സ്റ്റാക്കിംഗ് അപ്പിയറൻസ്, ഒരു എന്താ പറയാ അടുക്കി വെച്ച പോലെ ബേസസ് അറേഞ്ച് ചെയ്തേക്കുന്ന ആ ഒരു സ്ട്രക്ചറും കൂടി കൂടിയിട്ടാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിന് അത്ര, അല്ലെങ്കിൽ ആ ഡബിൾ സ്ട്രാൻഡിന് അത്ര സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് കേട്ടോ. ഇനി
നമുക്കറിയാം ഇതിന്റെ ബാക്ക് ബോൺ എന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞു. എന്താണ് ഈ ബാക്ക് ബോൺ എന്ന് പറയുന്നത്? ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു കാണുന്ന ഈ ഒരു സ്ട്രാൻഡിനെയാണ് നമ്മൾ അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയാം. അതായത് ഇപ്പൊ ഞാൻ ഇതിനെ തന്നെ DNA തന്നെ ഞാൻ എന്താ ഇങ്ങനെ ശരിക്കും ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആയിട്ട് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് അല്ലെ. ഇതിനകത്ത് ഇതാണ് ഇതിന്റെ ഉള്ളിൽ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ബേസസ് എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ സി ദിസ് ലൈൻ വിച്ച് ഐ ഹാവ് ഡ്രോൺ കണ്ടിന്യൂസ്ലി. കണ്ട ഇതേപോലെ വരച്ചു വെച്ചേക്കുന്നുണ്ട്. ഈ ലൈനാണ് അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇത് അതിന്റെ ബേസസ് ആണ്. ഇതിന്റെ ഇടയിലുള്ള വിഡ്ത്ത് ആണ് ഞാൻ പറഞ്ഞ 20 നാനോമീറ്റർ. അതേപോലെ ഈ ബാക്ക് ബോൺ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല? ഷുഗറും ഫോസ്ഫേറ്റും വെച്ച് ഉണ്ടാക്കിയിട്ടില്ല. സോ ബാക്ക് ബോൺ ഓഫ് ദ DNA it is made with sugar and phosphate. Backbone of the DNA it is made with sugar and phosphate. The nitrogen bases it show complementarity and it is protruding towards inside. And we can see this double helical structure of DNA when we are seeing it is just like a spiral staircase. അതായത് ഒരു റൈറ്റ് ഹാൻഡഡ് സ്പൈറൽ സ്റ്റെയർകേസ് പോലെയാണ് DNA-യുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ DNA-യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ സ്പൈറൽ സ്റ്റെയർകേസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ നിന്ന് അത് റൊട്ടേറ്റ് ചെയ്ത് അത് 180 ഡിഗ്രി തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് അഗെയിൻ വൺ മോർ ഹാഫ് റൊട്ടേഷൻ വെൻ ഇറ്റ് ഫിനിഷ് 360 ഡിഗ്രി വിൽ ബി ഓവർ. അതിൻ്റെ അകത്ത് ആ 180 ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ അത് 5 ബേസ് പെയർസ് ഉണ്ടാവും അതിൻ്റെ ആ ഒരു ഹാഫ് ടേണിൽ. അതിൻ്റെ കംപ്ലീറ്റ് ടേണിൽ എത്ര ബേസ് പെയർസ് ഉണ്ടാവും എന്നറിയോ? 10 ബേസ് പെയർസ് ഉണ്ടാവും. അതായത് ആ സ്പൈറൽ സ്റ്റെയർ കേസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ സ്പൈറൽ സ്റ്റെയർ കേസിന്റെ 10 സ്റ്റെപ്പ് കൂടിയതാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ. അതായത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആ സ്പൈറൽ സ്റ്റെയർ കേസ് ഉണ്ടാക്കുമ്പോൾ അതിന് 10 സ്റ്റെപ്പ് ഉണ്ടാവും കേട്ടോ. സോ ഹിയർ വി ക്യാൻ സി എ കംപ്ലീറ്റ് ടേൺ ഓഫ് എ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA. ഇറ്റ്സ് ലെങ്ത് ഇറ്റ് വിൽ ബി 3.4 നാനോമീറ്റർ ഓർ 34 ആങ്സ്ട്രം ആണ് കേട്ടോ. അതായത് one helical turn of the DNA ഇത് ഞാൻ മാറ്റിയാണ് കേട്ടോ. one helical turn of the DNA is ഒരു helical turn of the DNA എന്ന് പറയുന്നത് 10 base pairs ആണ്. one helical turn of DNA is 10 base pairs and its length is either 3.4 nanometer, that is equal to 34 into 10 raised to 9 meter. Okay, 34 into 10 raised to 9 meter. അങ്ങനെയല്ല. So 1 nanometer is equal to അങ്ങനെ നോട്ട് ചെയ്തോ. 1 nanometer is equal to 10 raised to minus 9 meter ആണ് കേട്ടോ. അതേപോലെ or we can say it is 34 angstrom. 1 angstrom is equal to 10 raised to 10 meter. Okay, 1 angstrom is equal to 10 raised to 10 meter. So here ഒന്നുപോലെ ഒരു ഹെലിക്കൽ ടേൺ ഓഫ് DNA 3.4 നാനോമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 34 ആങ്സ്റ്റർ ആയിരിക്കും. അപ്പൊ രണ്ട് ബേസസ് തമ്മിലുള്ള ബേസ് പെയർസ് തമ്മിലുള്ള ഗ്യാപ്പ് എത്രയായിരിക്കും? ഇതിന്റെ 10 ആയിരിക്കും അല്ലെ, 0.34 നാനോമീറ്റർ ഓർ 3.4 angstrom will be the gap in between the two base pairs. രണ്ട് ബേസ് പെയർസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ 0.34 നാനോമീറ്റർ ഓർ 3.4 angstrom ആണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാനിപ്പോൾ കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഈ DNA പറ്റി പറഞ്ഞു. DNA is a double helical structure and both the strands it will run in anti-parallel direction, and we can see one if it is in 5' 3' direction, the other one it will be 3' 5' direction, and we can see the bases it is protruding inside. And sugar phosphate is the backbone of the DNA we said, and the DNA double helical structure it will be having a constant diameter that is 2 nanometer. That is because of purine pyrimidine base pairs. Hydrogen bond is present in between purine and pyrimidine base pairs that gives stability to the DNA, and also the base stacking also gives the stability to the DNA we said. അതേപോലെ നമ്മൾ പറഞ്ഞു 1 helical turn of the DNA that consists of 10 base pairs. 1 helical turn എന്ന് പറയുന്ന DNA കാണുന്ന ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് പോലെയാണ്. ആ സ്പൈറൽ സ്റ്റെയർ കേസ് ഒരു കംപ്ലീറ്റ് 36 ഡിഗ്രി തിരിയുമ്പോൾ അതിന് 10 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ 10 ബേസ് പെയർസ് ഉണ്ടാവും ഇതിന്. അതേപോലെ ഒരു കംപ്ലീറ്റ് ഹെലിക്കൽ ടേൺ എന്ന് പറയുന്നത് 34 ആങ്സ്ട്രം അല്ലെങ്കിൽ 3.4 നാനോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് ബേസ് പെയർസിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒന്നുപോലെ 0.34 നാനോമീറ്റർ അല്ലെങ്കിൽ 3.4 ആങ്സ്ട്രം ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതേപോലെ
ഈ ഒരു സ്ട്രക്ചർ അത് എലൂസിഡേറ്റ് ചെയ്ത് വാട്സണും ക്രിക്കും കൂടിയിട്ടാണ്. ആൻഡ് ദേ എലൂസിഡേറ്റഡ് ദ സ്ട്രക്ചർ ഓഫ് DNA ദാറ്റ് ദേ കോൾഡ് ആസ് BDNA. ഇതിന് പറയുന്ന പേരാണ് BDNA. BDNA ഈസ് ദ നാച്ചുറൽ DNA വിച്ച് ഈസ് പ്രസന്റ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ സാധാരണ കാണുന്ന DNA ആണ് എന്ത് BDNA എന്ന് പറയുന്നത്. നൗ ഇഫ് യു സീ there are different types of DNA. Okay, പലതരത്തിലുള്ള DNA ഉണ്ട്. ADNA ഉണ്ട്. ADNA എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ ടേൺ തന്നെയാണ് അതിനുള്ളത്. പക്ഷെ 11 ബേസ് പെയർസ് വിൽ ബി ദെയർ ഇൻ പെർ ടേൺ. ഒരു ടേണിൽ 10 ബേസ് പെയറിന് വരും 11 ബേസ് പെയർ ഉണ്ടാവും ADNAക്ക്. ADNA സാധാരണ നമ്മുടെ ബോഡിയിൽ കാണുന്നതല്ല. അതുപോലെ CDNA ഇതും റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. 9 ബേസ് പെയർസ് ആയിരിക്കും എന്തിനകത്ത് കാണുക CDNAയിൽ കാണാം. അതുപോലെ വേറൊരു തരത്തിലുള്ള DNA ആണ് ZDNA എന്ന് പറയുന്നത്. ZDNA ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്കൽ DNA. ഇതൊരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. വിച്ച് DNA സ്ട്രക്ചർ ഗിവ്സ് ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ? ഇറ്റ് ഈസ് ZDNA ആൻഡ് ദിസ് ZDNA ഇറ്റ് ഹാസ് 12 ബേസ് പെയർസ് പെർ ടേൺ. ഒരു ടേണിൽ 12 ബേസ് പെയർസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഏകദേശം 4.5 നാനോമീറ്റർ ആയിരിക്കും. 3.4 നാനോമീറ്ററിന് പകരം 4.5 നാനോമീറ്റർ ആയിരിക്കും അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഹെലിക്കൽ ടേൺ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഹെലിക്കൽ ടേൺ ഇറ്റ് വിൽ ബി 4.5 നാനോമീറ്റർ. ഇതും കൂടി നമ്മുടെ മനസ്സിൽ വെച്ചേക്കണം, കാരണം ഇത് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് സാധാരണ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ പോയിന്റ്സ് ഐ തിങ്ക് വി ഹാവ് covered in DNA. So DNA molecular structure നമ്മൾ പഠിച്ചു. deoxyribonucleic acid, deoxythymidilic acid, deoxyguanylic acid, deoxycytidilic acid. ഈ ന്യൂക്ലിയോടൈഡ് കൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് നടത്തുന്നത്, അതിന്റെ മോളിക്കുലാർ സ്ട്രക്ചർ എങ്ങനെയാണ്, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഇവരെ എലൂസിഡേറ്റ് ചെയ്ത് എങ്ങനെയാണ് അത് നോക്കിക്കേ. ഇതാണ് ഒരു ഹാഫ് ടേൺ എന്ന് പറയുന്നത് അതിന്റെ കേട്ടോ. സോ ഹാഫ് ടേണിലേക്ക് 1, 2, 3, 4, 5 ബേസസ് ഉണ്ടാവും. അതേപോലെ 1, 2, 3, 4 ഒരു ബേസ് പെയറും കൂടി കാണും അടുത്ത ടേണിൽ കേട്ടോ. അതേപോലെ തന്നെ ഓരോ ഹാഫ് ടേണിലും 5 ബേസ് പെയർസ് ഉണ്ടാവും. അതായത് ഇത് 180 ഡിഗ്രി തിരിഞ്ഞു കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എത്രയാവും 360 ഡിഗ്രി. അപ്പൊ 10 ബേസ് പെയർസ് ഉണ്ടാവും. അതേപോലെ ആന്റി പാരലൽ ഡയറക്ഷനിലാണ് റൺ ചെയ്യുന്നത്. അതിന്റെ ഡയമീറ്റർ എത്രയാന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഓരോ ബേസ് പെയറിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ ADNA, BDNA, CDNA, ZDNA ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ZDNA ആണ് ചോദിച്ചിട്ടുള്ളത്. ADNA 11 ബേസ് പെയർ ഉള്ളതും CDNA 9 ബേസ് പെയർ ഉള്ളതും അതുപോലെ തന്നെ ZDNA 12 ബേസ് പെയർ ഉള്ള ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്കൽ ടേൺ ആയിരിക്കും. ZDNA അങ്ങനെ ചോദിക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ DNA അതിന്റെ ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ റിപ്ലിക്കേഷൻ ആവാം, അതല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ DNA അൺകോയിൽ ചെയ്യുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതായത് അത് അൺവൈൻഡ് ചെയ്ത് പോരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ചിലപ്പോൾ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ BDNA ചിലപ്പോൾ അത് ZDNA ഒക്കെ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ദ റീസൺ വി ആർ സ്റ്റഡിങ് ZDNA ഹിയർ. ഇനി നമുക്ക് പഠിക്കാനുള്ള RNA ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ദാറ്റ് ഈസ് RNA. അടുത്ത ടൈപ്പ് ന്യൂക്ലിക് ആസിഡ് RNA ആണ്, റൈബോന്യൂക്ലിക് ആസിഡ്. ഈ റൈബോന്യൂക്ലിക് ആസിഡ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്തിനകത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് വൈറസസ് ദാറ്റ് ഈസ് ഓൾസോ റിട്രോ വൈറസസ്. ഇനി നമ്മൾ ജസ്റ്റ് അതിന്റെ മോളിക്കുലർ ഫോർമുല ഞാനൊന്ന് പറഞ്ഞുതരാം. സീ ഹിയർ adenylate acid, it is made with adenylic acid, guanylic acid, cytidilic acid and uridylic acid. ഇതാണ് ഇതിനകത്ത് കാണുന്ന ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ദിസ് വിൽ ബി എ സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ. ഇത് എപ്പോഴും ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആയിരിക്കും. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഫോം ചെയ്യില്ല. ഫോം ചെയ്താൽ തന്നെ എവിടെയെങ്കിലും കോംപ്ലിമെന്റാരിറ്റി ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ബൈൻഡ് ചെയ്യാനുള്ള ഹൈഡ്രജൻ ബോൺസ് ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, പക്ഷെ അത് സ്റ്റേബിൾ ആയിരിക്കില്ല. ഇവിടെ നമുക്ക് കാണാം ribo sugar is present in the case of ribonucleic acid, and here we can see the phosphate group, and here we can see adenine. Okay, and here this hydroxyl group, it will make phosphodiester bond with the next nucleotide which has guanine, and here one hydroxyl group will be there, and here the next one, it is cytidilic acid. So this is cytosine, and here it is phosphate group. This hydroxyl group, it will bind with this phosphate group, and here we can say the next one, it is
attached with the phosphate of next uridylic acid. This is uridylic acid, and here one hydroxyl group will be present. Here also one hydroxyl group will be present. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ see, this is a single stranded structure. ഇതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണ്. അതേപോലെ തന്നെ the second carbon atom, second carbon of pentose sugar has hydroxyl group. It reduces the stability of this RNA. RNAയുടെ സ്റ്റെബിലിറ്റി കുറയ്ക്കുന്ന ഒരു ഫാക്ടർ ഇതാണ്. അതുപോലെ വേറൊരു ഫാക്ടർ സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ, അതായത് അഡിനിനും ഗ്വാനിനും സൈറ്റോസിനും യുറാസിലും ഒക്കെ എക്സ്പോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ നമുക്കറിയാം യുറാസിൽ ഈസ് തൈമിൻ ഈസ് 5-methyl യുറാസിൽ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ യുറാസിലിന്റെ കേസിൽ നമുക്ക് അതിന്റെ 5ാമത്തെ കാർബൺ ആറ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു മീഥൈൽ ഗ്രൂപ്പായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതെന്താവും, തൈമിനായിട്ട് മാറും. അപ്പൊ യുറാസിലും അതിന്റെ സ്റ്റെബിലിറ്റി കുറയ്ക്കും. സോ യുറാസിൽ also reduce the stability. ഇത്ര സ്റ്റേബിൾ അല്ലാത്ത ഒരു കോമ്പൗണ്ടിനെ പിടിച്ച് നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it will be pathetic. That is the reason in living organism the RNA does not act as a genetic material. Single stranded structure will reduce the stability. Second carbon of pentose sugar has hydroxyl group that reduces the stability. Uracil also reduces the stability because uracil 5/5 carbon atom can combine with a methyl group. So ribonucleic acid സാധാരണ ഓർഗാനിസത്തിൽ കാണുന്ന ചില ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഒക്കെ ആയിട്ടാണ് കാണുക. അതായത് see here messenger RNA, mRNA, rRNA, ribosomal RNA, then we can see snRNA, transfer RNA, tRNA. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് കാണുക, റൈബോന്യൂക്ലിക് ആസിഡിനെ കാണുക. ഓക്കെ, റൈബോന്യൂക്ലിക് ആസിഡ് ഇറ്റ് ഈസ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ. ഇനി റൈബോന്യൂക്ലിക് ആസിഡിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സീൻ ദാറ്റ് വി ക്യാൻ സ്റ്റഡി ഇൻ 12th സ്റ്റാൻഡേർഡ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ബയോ മാക്രോ മോളിക്യൂൾസിനെ പറ്റിയിട്ട് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഓരോ ബയോ മാക്രോ മോളിക്യൂളും പഠിച്ചപ്പോൾ നമ്മൾ അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ബോണ്ട് ഉണ്ടെന്ന് അതാതിൻ്റെ നമ്മൾ പഠിച്ചാണ് പോകുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് ഗിവൻ ആസ് നേച്ചർ ഓഫ് ബോണ്ട് ലിങ്കിങ് മോണോമേഴ്സിനെ പോളിമർ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. വൺസ് അഗൈൻ വി വിൽ ജസ്റ്റ് സീ ദാറ്റ് ആഫ്റ്റർ ദിസ് സെഷൻ. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ which are the bonds. We will see once again. Okay.